ഹായ്, ഇന്ന് നമ്മൾ ബ്രൈഡിൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഗോൾഡൻ കപ്പിൽ പോവാണ് കേട്ടോ. എന്തിനാ പോകണമെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇതെൻ്റെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് ഷബന ഫ്രം എടപ്പാൾ. അത്യാവശ്യം നല്ല രീതിയിൽ ആക്നെ സ്പോട്സും ഡാർക്ക് സർക്കിൾസും ഒക്കെ ഉള്ള ഒരു ഫേസ് ആയിരുന്നു കേട്ടോ ഷബനയുടെ. ഫേസ് മേക്കപ്പ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആളുടേത് ഒരു മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോൺ ആയിരുന്നു. ആ ഒരു സ്കിൻ ടോണിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു വീറ്റ് ഷെയ്ഡിൽ തന്നെയാണ് മേക്കപ്പ് ചെയ്യേണ്ടി വരിക. വേറൊരു ഷെയ്ഡിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഫേസ് എന്തായാലും ഭയങ്കര ഗ്രേ ആയിട്ട് പോകും. നല്ല രീതിയിൽ കവറേജ് കൊടുത്തിട്ടുള്ള ഒരു മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരു ലെയർ പോലും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഫേസ് ഇരിക്കുന്നത്. അതൊന്ന് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് അടുത്ത് പിടിച്ചിട്ട് ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ ആ വീഡിയോ എടുത്തിട്ടുള്ളത്. ആക്നെ സ്പോട്സും ഡിസ്കളറേഷനും ഒക്കെ ഉള്ള ഒരു ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലെയർ ഓഫ് മേക്കപ്പ് ഫേസിൽ കൊടുക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ ലെയർ കൊടുക്കുന്നത് ഫേസിനെ ഒരുപാട് കേക്കി ആക്കും. അത് മാത്രമല്ല ഭയങ്കര ഹെവി ഫീൽ ചെയ്യും മേക്കപ്പ്. വീഡിയോയിൽ ഒരുപാട് ബ്രൈറ്റ് ആയിട്ടാണ് ഫേസ് ഇരിക്കണമെന്നുണ്ടെങ്കിലും ആളുടെ സ്കിൻ ടോൺ എങ്ങനെയാണോ അതിനേക്കാളും കുറച്ച് മാത്രമാണ് നമ്മൾ ബ്രൈറ്റ് ആക്കിയിട്ടുള്ളൂ. അതങ്ങനെ തന്നെയാണെന്ന് ആളുടെ കൈയുടെ ഷെയ്ഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. ഇനി ഞങ്ങൾ എന്തിനാണ് ഗോൾഡൻ കപ്പിൽ പോയതെന്ന് പറയാം കേട്ടോ. എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഔട്ട്ഫിറ്റോ ഓർണമെൻറ്റ്സോ വേണ്ടെന്ന് ഷബിനക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് തന്നെ ഇവർ ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് വെയർ ചെയ്ത് നോക്കുമ്പോൾ ആൾക്ക് കുറച്ച് ഹെവി ആയി ഫീൽ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടാണ് കേട്ടോ പിന്നെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്തത്. അതാണെങ്കിൽ നമ്മൾ മുന്നേ ഫിക്സ് ചെയ്ത ടിക്കേക്കും ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷബിനയുടെ ഫൈനൽ ലുക്ക്. ആൾ മേക്കപ്പിൽ ഹാപ്പി ആയതുകൊണ്ട് തന്നെ വെഡിങ്ങിന് നമ്മളെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആളുടെ വെഡിങ് ലുക്കായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. മേക്കപ്പിൻ്റെ ഫൈനൽ സമയത്തും അതുപോലെ ഓർണമെൻറ്റ്സ് എടുക്കാൻ പോയപ്പോഴൊക്കെ മോന് നല്ല വാശിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ റിട്ടേൺ പോണ സമയത്ത് ആൾ നല്ല ഹാപ്പി ആയിരുന്നു. വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോബാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ എന്ന് പറയണവരോട് പറയാനുള്ളത്. നമ്മൾ ഓരോ വർക്ക് എടുത്തും അത് കംപ്ലീറ്റ് ആക്കുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് കേട്ടോ.